അപ്പം മന്ത്രി എന്താ പറഞ്ഞത്? ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു. മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ. ഞങ്ങൾക്ക് എന്താ മറുപടിയാണ്? ചക്ക വീണ് ചത്തതൊക്കെ, തലയിൽ വീണ് ചത്തതെല്ലാം കോവിഡ് മരണത്തിൽ കൂട്ടില്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളത് കൊണ്ടുവന്നതിന് ശേഷം സർക്കാർ മറച്ചുവെച്ച 27,000 മരണങ്ങൾ, കോവിഡ് മൂലമുള്ള മരണങ്ങൾ പിന്നീട് പുറത്തു വന്നു. സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് കൂടാതെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച 27,000 മരണങ്ങൾ വീണ്ടും പുറത്തു വന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ വേണ്ടത്? ഇപ്പം ആരോഗ്യ വകുപ്പിനാണ് ചികിത്സ വേണ്ടത്. യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന കൊള്ള, ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരെ ഇവർ ആ കാലഘട്ടത്തിൽ വിതരണം നടത്തി. C&G റിപ്പോർട്ട് വന്നു. പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്, പ്രതിപക്ഷം പറഞ്ഞത് C&G റിപ്പോർട്ടിൽ വന്നു എക്സ്പയറി ഡേറ്റ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ, ഒന്ന് അതിൻ്റെ മോളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും. ആ മരുന്ന് കഴിക്കാൻ പാടില്ല. 6 മാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല. അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത്.